ബിസാൻഡസയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് GSTയിൽ എങ്ങനെയാണ് നോട്ടീസും ഓർഡേഴ്സും ഡൗൺലോഡ് ചെയ്യുന്നത് എന്നതാണ്. അതിന് നമുക്കായി ആദ്യം GSTയുടെ സൈറ്റ് അഡ്രസ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. www.gst.gov.in ഇതാണ് സൈറ്റിൻ്റെ അഡ്രസ്സ്. നമുക്ക് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ GST പോർട്ടൽ എന്ന് പറയുന്ന ഒരു സൈറ്റ് നമുക്ക് കിട്ടും. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് നേരെ GSTയുടെ സൈറ്റിലോട്ട് പോകും. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്. ഇതാണ് നമ്മുടെ GSTയുടെ സൈറ്റ്. ഇതിന് താഴോട്ടും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം നമുക്ക് പഠിക്കാനും GSTയുടെ മീഡിയ പോലെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് മെയിനായിട്ട് നോക്കേണ്ടത് ഒരാളുടെ ഓർഡറോ അല്ലെങ്കിൽ നോട്ടീസോ കാണണമെന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ പേഴ്സൻ്റെ GSTയുടെ ലോഗിങ്ങിനകത്ത് കയറേണ്ടി വരും. ഓരോ രജിസ്റ്റേർഡ് പാർട്ടികൾക്കും ഒരു GST നമ്പരും അതിൻ്റെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ യൂസർ ഐ ഡിയും പാസ്വേഡും കൊടുത്താണ് നമ്മളിവിടെ കയറുന്നത്. അതിനായിട്ട് നമുക്ക് ലോഗിൻ എന്ന ഈ ഒരു ടാബ് നമുക്ക് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് നമുക്ക് കിട്ടുന്നത്. യൂസർ നെയിം കാണും, പാസ്വേഡ് കാണും. അത് കൊടുത്തേ നമുക്കൊരു ക്യാപ്ച അടിക്കാനുള്ള ഒരു പോർഷനും കൂടെ വരും. നമുക്കാദ്യം യൂസർ നെയിം അങ്ങ് അടിക്കാം. യൂസർ നെയിം അടിച്ചതിന് ശേഷം അതിൻ്റെ കൺസേൺഡ് ആയിട്ടുള്ള പാസ്വേഡ് അടിക്കുക. പാസ്വേഡ് അടിച്ച് കഴിയുമ്പോഴത്തേക്കും ക്യാപ്ച അടിക്കാനുള്ളൊരു പോർഷൻ വരും. അത് താഴെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ അടിക്കുക. എന്നിട്ട് ലോഗിൻ കൊടുക്കുക. ലോഗിൻ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മൾ GSTയുടെ ആ പർട്ടിക്കുലർ പേഴ്സൻ്റെ സൈറ്റിലേക്ക് നമുക്ക് കയറുകയായി. ഇങ്ങനെ കയറുമ്പോൾ നമ്മുടെ GSTയുടെ സൈറ്റിൻ്റെ മുന്നിൽ തന്നെ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും കാണുവാൻ നമുക്ക് സാധിക്കും. നമ്മുടെ പാർട്ടിയുടെ പേര്, അതിൻ്റെ കോമൺ പോർട്ടൽ, GST നമ്പർ എന്നിവ കാര്യങ്ങളെല്ലാം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് ഓർഡേഴ്സും നോട്ടീസൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് മുകളിലായിട്ട് കുറേ ഡാഷ്ബോർഡുകളുണ്ട്. സർവീസ്, GST ലോ, ഡൗൺലോഡ്സ്, സെർച്ച് ടാക്സ് പേയേഴ്സ്, ഹെൽപ്പ് ആൻഡ് ടാക്സ് പേയർ, ഫെസിലിറ്റീസ്, ഇൻവോയ്സ്, ന്യൂസ് ആൻഡ് അപ്ഡേറ്റ്സ്. ഇതിനകത്ത് നമ്മൾ അതായത് സർവീസസ് എന്ന് പറയുന്ന പോർഷനാണ് നമ്മൾ എടുക്കേണ്ടത്. അതായത് നമ്മൾ രജിസ്ട്രേഷൻ, ലെഡ്ജേഴ്സ്, റിട്ടേൺ, പേയ്മെൻറ്റ്സ്, യൂസർ സർവീസസ്, റീഫണ്ട്, ഇ-വേ ബിൽ, ട്രാക്ക്, ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ യൂസർ സർവീസിൽ നിന്നും നമ്മൾ വ്യൂ ആൻഡ് നോട്ടീസ് എന്ന് പറയുന്ന ഈ ഒരു ടാബ് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ നോട്ടീസും ഓർഡേഴ്സും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിലവിൽ നമുക്ക് ഉള്ള നോട്ടീസും ഓർഡേഴ്സുമാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് സെർച്ച് ചെയ്ത് വേണേലും നമുക്ക് ഇതിനകത്ത് നിന്ന് നോട്ടീസിനെയും ഓർഡേഴ്സിനെയും എടുക്കാവുന്നതാണ്. ഇതിൽ നിന്നും ഡൗൺലോഡ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഫയലുകൾ ഡൗൺലോഡായിട്ട് PDF എന്ന ഫോർമാറ്റിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് പ്രിൻ്റ് എടുത്ത് അതിന് വേണ്ട ആവശ്യങ്ങൾ ചെയ്ത് നമുക്ക് റീസബ്മിറ്റ് ചെയ്യാവുന്നതുമാണ്. ഓക്കെ.